MCO7 രണ്ടാമത്തെ യൂണിറ്റ് ടൈം വാല്യൂ ഓഫ് മണി. ഈ ഒരു യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പഠിപ്പ് മാത്രം പോരാ, കുറച്ചൊരു പൊടിപ്പും വേണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ MCO7 അതിൽ കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എക്സാമിന് പാസ്സാവാൻ നമുക്കതിൻ്റെ തിയറി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു 8 ചോദ്യങ്ങൾ, എക്സാമിനൊരു 8 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചാൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ആ രൂപത്തിലുണ്ടാവാം. 8 ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അതിൽ 5 ആൻസർ എഴുതിയാൽ മതി. ഈ 8 ചോദ്യത്തിലും 3 ചോദ്യമേ ന്യൂമറിക്കൽ വരൂ. ബാക്കി 5 ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യന് ന്യൂമറിക്കൽ, മീൻസ് പ്രാക്ടിക്കൽ ചോദ്യം വരുള്ളൂ. ബാക്കി 5 തിയറി ആയിരിക്കും. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ഒരാൾക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്. രണ്ടാമത്തെ യൂണിറ്റ് ടൈം വാല്യൂ ഓഫ് മണി, പണത്തിൻ്റെ ടൈം വാല്യൂ. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നോർമൽ ഗതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറില്ല. അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരൽ കുറവാണ്. പക്ഷേ നെക്സ്റ്റ് യൂണിറ്റിൽ നിന്നാണ്, മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. പക്ഷേ മൂന്നാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു യൂണിറ്റിലുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 കാര്യമാണ് ഈ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫ്യൂച്ചർ വാല്യൂ, രണ്ടാമത്തത് പ്രസൻറ്റ് വാല്യൂ. ഈ 2 കാര്യങ്ങൾ പഠിക്കലോടുകൂടി ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. ഫ്യൂച്ചർ വാല്യൂയും പ്രസൻറ്റ് വാല്യൂ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ സമയത്തിനുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അതിൻ്റെ വാല്യൂ കൂടും നോർമൽ ഗതി. കാരണം ഇന്ന് നമുക്ക് 100 രൂപ കൊടുത്താൽ കിട്ടുന്നൊരു വസ്തുവിന് 10 വർഷം കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ നമുക്കൊരു 5 രൂപയ്ക്ക് ഒരു പേന കിട്ടും. 10 വർഷം കഴിഞ്ഞാൽ ഒരു പേന കിട്ടണമെങ്കിൽ 50 രൂപയാകും. അപ്പോൾ ഇന്നത്തെ 50-ന് 10 വർഷം, ഇന്നത്തെ 5-ന് 10 വർഷം കഴിഞ്ഞാൽ 50 രൂപേൻ്റെ വാല്യൂ ഉണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ പറയാം, ആൾക്കാർക്കൊക്കെ ഒരു ദിവസത്തെ കൂലി 3 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു. പക്ഷേ ആ 5 രൂപയ്ക്ക് ഇന്നത്തെ 500 രൂപയുടെ വിലയുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഇന്നത്തെ 500-ന് ഒരു 10 വർഷം മുമ്പത്തെ 5 രൂപേൻ്റെ വിലയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ കാണാനാണ്. ഫ്യൂച്ചർ വാല്യൂ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ ആണ് ആദ്യം പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ 10% നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കും ഓരോ വർഷവും. അപ്പോൾ നമ്മൾ ഇന്നൊരു 100 രൂപ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ 10% കൂടെ കിട്ടൂലേ? അപ്പോൾ 110 രൂപ നമുക്ക് കിട്ടും. അതെങ്ങനെ? നമ്മളെ ഇനീഷ്യൽ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്, ഓക്കെ, നമ്മളെ പ്രസൻറ്റ് വാല്യൂ, ഈ 100 പ്ലസ് നമ്മളെ ഇൻട്രസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ 110 നമ്മളെ ഫ്യൂച്ചർ വാല്യൂ 100-ൻ്റെ. അടുത്ത വർഷമാകുമ്പോൾ തന്നെ 110 ഉണ്ടാവും. നെക്സ്റ്റ് വർഷമാകുമ്പോഴോ ഈ 110-ലേക്ക് അതിൻ്റെ ഒരു 10% കൂടെ കൂട്ടിയാൽ മതി. അതാണ് ഫ്യൂച്ചർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഒരു 500 രൂപ നമ്മൾ ഇന്ന് ബാങ്കിൽ നിക്ഷേപിക്കാൻ വിചാരിക്കാം. അടുത്ത വർഷത്തെ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും? ഒരു വർഷം കഴിയുമ്പോൾ അത് അല്ലേ, നമുക്ക് ശരിക്ക് 110 എന്ന് പറഞ്ഞാൽ 500-ൻ്റെ 10% എത്ര? 50. അപ്പോൾ 550 ഉണ്ടാകും. മറ്റേ തരത്തിൽ പറഞ്ഞാൽ 1.1 അല്ലേ 110 എന്ന് പറഞ്ഞാൽ? 110% ആവാം. അപ്പോൾ 500 ഇൻറ്റു 1.1 എത്ര ഉണ്ടാകും? 550 ഉണ്ടാകും. ഓക്കെ, അതിനൊരു ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് നമ്മളെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ 6 അങ്ങനെയൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കാണുന്നത്. നമ്മളിപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് 0.1 അല്ല. ഇനി 20% ഇൻട്രസ്റ്റ് എങ്കിലോ നമ്മൾ 0.2 എന്നിടും. 30% ആണെങ്കിലോ 1.3 എന്നിടും. ഓക്കെ, അതാണ് ഈ 1 പ്ലസ് 0. നമുക്കൊരു 5 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 500 രൂപ നിക്ഷേപിക്കുന്നു അല്ലേ? 500 രൂപ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചുതരാം. 500 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു. ഇൻട്രസ്റ്റ്, നമ്മളെ ഇൻട്രസ്റ്റ് 10% ആണ്.
ടൈം 5 വർഷത്തേക്കാണെന്ന് വിചാരിക്കുക. ആ 5 വർഷത്തേക്ക് 500 രൂപ നമ്മൾ ബാങ്കിലിട്ടാൽ നമുക്ക് അതിൻ്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്ര ആയിരിക്കും, ഫ്യൂച്ചർ വാല്യൂ എത്ര ഉണ്ടാവും എന്ന് നോക്കാം. അങ്ങനെ നോക്കണമെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റ് വാല്യൂ 500 ഇൻറ്റു ബ്രാക്കറ്റ് 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര 0.1 അല്ലേ, 1 + 0.1. അപ്പം 5 വർഷത്തേക്കാവുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ മേലെ നമ്മളെ വർഷവും കൂടെ കൊടുക്കുക, ടൈം നമ്മൾ വർഷം എത്ര 5 അല്ലേ, 1 + 0.1 5 കൊണ്ട് 5 പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇവിടെ ടി എന്നല്ല എൻ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സൂചിപ്പിച്ചത്. ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ഇയർ അല്ലെങ്കിൽ, അപ്പോൾ ഓക്കെ നമുക്ക് എൻ എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ എൻ ഇവിടെ ടി അല്ല എൻ നമ്പർ 5 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് 1.1 അല്ലേ, 1.1 നമുക്ക് 5 കൊണ്ട് 1.610 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ 500 ഇൻറ്റു 1.61, ഓക്കെ, അത് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഇൻറ്റു 500 805 ആൻസർ കിട്ടുന്നത്. 805.25. അതായത് 500 രൂപ നമ്മൾ 10% ഇൻട്രസ്റ്റിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ 5 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഇപ്പോൾ നമ്മൾ കണക്കാക്കിയതാണ് 805. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ വാല്യൂ കാണാൻ ഈ ഒരു ഇത് ഓർത്താൽ മതി. എൻ്റെ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് നമ്മളെ ഇൻട്രസ്റ്റ് എത്രയാണ് 10% അല്ലെങ്കിൽ 50% 0.5 എടുക്കുക, എന്നിട്ട് ആ ഇയർ ഇവിടെ കൊടുക്കുക. ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഫാക്ടർ കിട്ടും. ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി. ഒരു ആന്യൂറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാണാം. ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു എമൗണ്ട് സീരീസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ആണ്. ഒരു എമൗണ്ട് ഇങ്ങനെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 6 മാസം നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ നൽകുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലേക്കൊക്കെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഇങ്ങനെ എൻ്റെ പോളിസി അടക്കും. അല്ലെങ്കിൽ ഒരു ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ഓരോ വർഷവും ഇത്ര ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിടത്ത് ഒരു 500 രൂപ നമ്മളിപ്പോൾ അങ്ങ് നിക്ഷേപിക്കുന്നു, പിന്നെ ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഓരോ വർഷവും ഒരു 500 ഇങ്ങനെ നിക്ഷേപിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അപ്പോൾ ആദ്യത്തെ വർഷം നിക്ഷേപിക്കുന്ന 500 10 വർഷം അവിടെ ബാങ്കിൽ കിടക്കുന്നത്, രണ്ടാമത്തെ വർഷം നിക്ഷേപിക്കുന്നത് ആകെ ഒരു 9 വർഷമേ കിടക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും 500, രണ്ടാമത്തെ വർഷവും 500, മൂന്നാമത്തെ വർഷവും 500, നാലാമത്തെ വർഷവും 500, അഞ്ചാമത്തെ വർഷം 500, 5 വർഷം എടുക്കുക. ഇങ്ങനെ 500 നിക്ഷേപിച്ചാൽ ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? നമുക്കൊരു ഒന്നാമത്തെ ഇതിന് 805 രൂപ വാല്യൂ ഉണ്ടാവും. ഇതാകുമ്പോഴോ, ഇതാകുമ്പോൾ ഒന്നുമില്ല, നമ്മളിവിടെ 5 എന്ന് കണ്ടത് 4 വർഷത്തേക്ക് ആക്കിയാൽ മതി. ഇത് 3, ഇത് 2, ഇത് 1 വർഷത്തേക്ക്. ഓക്കെ, ഇങ്ങനെ 5 വർഷത്തേക്കുള്ള ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടിട്ട് ടോട്ടൽ ചെയ്യാം. അല്ലെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ കുറച്ച് ചെയ്യാം. അതിന് ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി. ഒരു ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് പേയ്മെൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി ഈസ് ഈക്വൽ ടു നമ്മളെ നമ്മൾ ആന്യൂറ്റി നമ്മൾ അടക്കുന്ന ക്യാഷ്, ഇവിടെ നമ്മൾ എത്ര 500 അടക്കുന്നത്, ആ അടക്കുന്ന ക്യാഷ് ഒരേ എമൗണ്ട് അടക്കുമ്പോഴാണ് അങ്ങനെ കേട്ടോ, ആ ക്യാഷ് ഫ്ലോ എത്രയെന്ന് എഴുതുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 പ്ലസ് നമ്മുടെ IN -1, ഈ 1 അതിൽ നിന്ന് കുറക്കുക, ഇത് ഡിവൈഡഡ് ബൈ നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ഒരു ഇക്വേഷനാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി കാണാൻ. നമ്മൾ ആന്യൂറ്റി എമൗണ്ട്, ദാറ്റ് മീൻസ് ഇവിടുത്തെ കേസിൽ നമുക്ക് 500 ഇൻറ്റു 1 പ്ലസ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര 10% ആയിരിക്കുക, 500 പ്ലസ് 0.1 5 വർഷത്തേക്കല്ലേ, 5 - 1 ബൈ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് 0.1. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതെത്ര നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എത്രയാണ് 1.61 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 0.61 കിട്ടും. അങ്ങനെ ആകുമ്പോൾ 500 ഇൻറ്റു 0.61 ബൈ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര 0.1. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു. കാൽക്കുലേറ്ററിൽ അത് ചെയ്യുമ്പോൾ 0.61 ഡിവൈഡഡ് ബൈ 0.1, 6.1 ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഫാക്ടർ വരുന്നത്. നമ്മളതിനെ 500 കൊണ്ട് ഗുണിക്കുമ്പോൾ 3050 രൂപ, 3050 ശരിക്കും നമ്മളെത്ര 5 വർഷം 500 അടച്ചാൽ 5 ഇൻറ്റു 500 ശരിക്കും 2500 വരുന്നുള്ളൂ.
പക്ഷേ നമ്മളതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ശരിക്കും 3050 ഉണ്ടാവും ഈ ഇൻട്രസ്റ്റ് 10% ഇൻട്രസ്റ്റ് നോക്കിയാൽ. ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ, ഒരു 100 രൂപ മാത്രം നമ്മൾ നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ 500 മാത്രം നിക്ഷേപിച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി കൃത്യമായിട്ട് ഒരു ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് ഇങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാണാനും പഠിച്ചു. ഓക്കെ, ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ കാൽക്കുലേഷൻ വരും. ഇനി പ്രസൻറ്റ് വാല്യൂ കാണാനാണ് പഠിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ കാണാൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അതായത് നമുക്കിപ്പോൾ ഫ്യൂച്ചർ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് നമ്മൾ എത്ര അടക്കേണ്ടതെന്ന് കിട്ടും. ഭാവിയിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 3050 കിട്ടാൻ ഇപ്പോൾ നമ്മൾ എത്ര നിക്ഷേപിക്കണം, അത് 500 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ തന്നു, നമ്മളെ ഇൻട്രസ്റ്റ് ഫാക്ടറും തന്നു കഴിഞ്ഞാൽ ഇതും തന്നു കഴിഞ്ഞാൽ 500 നമുക്ക് കണ്ടെത്തിക്കൂടെ? സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും. അത് തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് ആവശ്യത്തിന് ചെയ്യാം. ഇതോടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഈ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രസൻറ്റ് വാല്യൂ ആണ്. ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.